മറയൂരിലെ ചന്ദനത്തിന് ചിലപ്പോഴൊക്കെ ചോരയുടെ നിറവും മണവുമാണ്. ഒറ്റും ദുരൂഹമായ മരണങ്ങളും ക്രൂരമായ ആക്രമണങ്ങളുമൊക്കെ മറയൂരിനെ ചന്ദനക്കടത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒറ്റിനുള്ള ശിക്ഷ മരണമാണ്. ചന്ദനക്കടത്തിനും ഒറ്റിനും പ്രേരിപ്പിക്കുന്നത് കൊടും പട്ടിണിയും. ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ പാളപ്പെട്ടി ആദിവാസി ഉന്നതിയെയും മറയൂരിനെയും ഞെട്ടിച്ച സംഭവമായിരുന്നു ചന്ദ്രിക എന്ന ആദിവാസി യുവതിയുടെ കൊലപാതകം. സംഭവം നടക്കുന്നത് 2020 ഓഗസ്റ്റിലാണ്. അവൾ കൊല്ലപ്പെടുന്നത് വെടിയേറ്റു. 30-കാരിയായ അവളെ വെടിവെച്ചു കൊന്നത് സ്വന്തം സഹോദരിയുടെ മകനായ 21-കാരൻ കാളിയപ്പനും. ചന്ദനക്കടത്തുകാരെക്കുറിച്ച് വനം വകുപ്പുകാർക്ക് വിവരം നൽകിയെന്ന സംശയമായിരുന്നു ചന്ദ്രികയുടെ ജീവനെടുത്തത്. കൊല നടത്തുമ്പോൾ കാളിയപ്പനോടൊപ്പം ഉണ്ടായിരുന്നത് ചന്ദ്രികയുടെ ഉന്നതിയിൽ തന്നെ താമസക്കാരായ 22-കാരൻ മണികണ്ഠനും 18-കാരൻ മാധവനും. 2020 ജൂലൈ 29-ന് മറയൂരിൽ നിന്ന് ചന്ദനം മുറിച്ചു കടത്തിയതിന് മണികണ്ഠനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മണികണ്ഠൻ അലർ വിളിച്ചത് ജയിലിൽ നിന്നിറങ്ങിയാൽ ഒറ്റുകാരെ വകവരുത്തും എന്നായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം അവൻ ജയിലിൽ നിന്നിറങ്ങി. അറസ്റ്റ് ചെയ്യാൻ കാരണക്കാരായ ഉന്നതിയിൽ തന്നെ താമസക്കാരായ താൽക്കാലിക വാച്ചർമാരോട് പകരം വീട്ടാനാണ് കാളിയപ്പനും സംഘവും എത്തിയതെങ്കിലും വെടിയുണ്ടയ്ക്ക് മുന്നിൽ പിടഞ്ഞു വീണത് ചന്ദ്രികയായിരുന്നു. പാളപ്പെട്ടി വനത്തിനടുത്തുള്ള കൃഷിഭൂമിയിൽ രാത്രി വന്യജീവികളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ ഉന്നതിയിലെ താമസക്കാർ രാത്രി കാവൽ കിടക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് മദ്യപിച്ച് മതോന്മത്തരായെത്തിയ കാളിയപ്പനും കൂട്ടരും തങ്ങളെ ഒറ്റിയ വാച്ചർമാരെ അന്വേഷിച്ച് അവിടെ എത്തിയത്. എന്നാൽ ആ വാച്ചർമാർ അക്കൂട്ടത്തിലില്ലായിരുന്നു. വാച്ചർമാരെ കിട്ടാത്ത ദേഷ്യത്തിൽ അവിടെ കാവൽ കിടന്നവരുമായി വഴക്കിട്ട കാളിയപ്പൻ ചന്ദ്രികയുടെ കഴുത്തിൽ തോക്കിൻ്റെ കുഴൽ മുട്ടിച്ച് ഭീഷണിപ്പെടുത്തി. പിന്നെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ വെടിയുതിർത്തു. കഴുത്തിൻ്റെ വലതുഭാഗത്ത് വെടിയേറ്റ ചന്ദ്രിക പിടഞ്ഞു വീണു മരിച്ചു. ആൾക്കാരുടെ നിലവിളികൾക്കിടയിൽ തോക്കുമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കാളിയപ്പനെ അവിടെ ഉണ്ടായിരുന്നവർ പിടികൂടി മരത്തിൽ കെട്ടിയിട്ടു. പിന്നീട് പോലീസിനെ അറിയിച്ചു. മറയൂരിൽ നിന്ന് 2 മണിക്കൂറിലധികം വേണം പാളപ്പെട്ടി ഉന്നതിയിലെത്താൻ. ദുർഘടമായ വഴികളിലൂടെ ജീപ്പിലും പിന്നീട് കിലോമീറ്ററുകളോളം നടന്നുമൊക്കെ വേണം സംഭവം നടന്ന പുല്ലുകാട്ടിലെത്താൻ. സ്ഥലത്തെത്തിയ മറയൂർ പോലീസ് കാളിയപ്പനെ കസ്റ്റഡിയിലെടുത്തു. അധികം താമസിയാതെ തന്നെ മണികണ്ഠനും മാധവനും പിടിയിലായി. പിന്നീട് മണികണ്ഠൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 3 ചെറിയ ആനക്കൊമ്പുകൾ പോലീസ് പിടിച്ചെടുത്തു. മണികണ്ഠനായിരുന്നു ആ പ്രദേശത്തെ ചന്ദനക്കൊള്ളയുടെ സൂത്രധാരൻ. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടക്കം ചന്ദനക്കടത്തുകാർ കടത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ചന്ദ്രിക കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവളുടെ അമ്മ മരണപ്പെട്ടു. പിന്നീട് അവൾ ജീവിച്ചത് അച്ഛനായ മാരിക്കണ്ണനോടൊപ്പമായിരുന്നു. കുടിലിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ മാരിക്കണ്ണന് കുറച്ച് കൃഷിസ്ഥലമുണ്ടായിരുന്നു. റാഗിയായിരുന്നു അവിടെ പ്രധാനമായും കൃഷി ചെയ്തിരുന്നത്. അതായിരുന്നു അവരുടെ വരുമാന മാർഗവും. വെടിയേറ്റ് കൊല്ലപ്പെട്ട ചന്ദ്രികയുടെ മൃതദേഹം 8 കിലോമീറ്ററോളം വനത്തിലൂടെ ചുമന്നാണ് താഴെ എത്തിച്ചത്. വെടിവെച്ചത് കാളിയപ്പനായിരുന്നെങ്കിലും അതിൻ്റെ സൂത്രധാരൻ മിനി വീരപ്പൻ എന്നറിയപ്പെടുന്ന ബിനുകുമാറായിരുന്നു. ബിനുകുമാറിനെതിരെ നിരവധി കേസുകൾ വനം വകുപ്പിലുണ്ടായിരുന്നു. ബിനുകുമാറിൻ്റെ അച്ഛൻ വലിയ കുപ്പനും പല കേസുകളിലും പ്രതിയായിരുന്നു. മുമ്പ് ചന്ദനക്കടത്തുകാരനും ആ പണിമതിയാക്കി പിന്നീട് വനം വകുപ്പിലെ താൽക്കാലിക വാച്ചറുമായ ശേഖറിനെ ക്രൂരമായി ആക്രമിച്ച കേസിലെ പ്രതികളായിരുന്നു വലിയ കുപ്പനും മകൻ ബിനുകുമാറും. തങ്ങളെ ഒറ്റിയെന്നാരോപിച്ചാണ് ശേഖറിനെ ഇവർ ആക്രമിച്ചത്. ചെയ്തിരുന്ന പുൽകൃഷിയിൽ നിന്ന് മതിയായ വരുമാനം കിട്ടാതെ ദാരിദ്ര്യത്തിലായിരുന്നു ശേഖർ. അങ്ങനെയാണ് അയാൾ ചന്ദനക്കടത്തിലേക്ക് ഇറങ്ങിയത്. അന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്നുപോലും ചന്ദനക്കടത്തുകാരെത്തി ചന്ദനം മുറിച്ചു കടത്തിയിരുന്നു. അങ്ങനെ കുറേ കാലം ശേഖർ ചന്ദനക്കടത്ത് നടത്തി. പിന്നീട് ചന്ദനം മുറിക്കാത്തവരും കേസുകളിൽ പെട്ടു തുടങ്ങിയതോടെയാണ് ശേഖർ ചന്ദനക്കടത്ത് നിർത്തിയത്. പ്രാദേശിക രാഷ്ട്രീയക്കാരെ കണ്ട് കാര്യം പറഞ്ഞു. അവർ ഫോറസ്റ്റുകാരുമായി ബന്ധപ്പെട്ട് ശേഖറിന് താൽക്കാലിക വാച്ചർ ജോലി വാങ്ങിക്കൊടുത്തു. താൽക്കാലിക വാച്ചർ ജോലി കിട്ടിയതോടെ ഉന്നതിയിലെ താമസക്കാരായ ചന്ദനക്കടത്ത് ബന്ധമുള്ളവരെല്ലാം ശത്രുക്കളായി. ആ സമയത്ത് വ്യാപകമായ ചന്ദനക്കൊള്ള നടന്നിരുന്നു. അങ്ങനെ ഫോറസ്റ്റുകാർ ശേഖറിൻ്റെ സഹായം തേടി. കുപ്പൻ എന്ന ആളിന് സംശയമുണ്ടെന്നും അയാളുടെ മേലൊരു കണ്ണ് വേണമെന്നും ശേഖർ ഫോറസ്റ്റുകാരോട് പറഞ്ഞു. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കുപ്പനെ ഫോറസ്റ്റുകാർ അറസ്റ്റ് ചെയ്തു. ഫോറസ്റ്റുകാർക്ക് കുപ്പനെ ഒറ്റിയത് ശേഖറാണെന്ന് ബിനുകുമാർ എങ്ങനെയോ മണത്തറിഞ്ഞു. അവൻ ഇക്കാര്യം അച്ഛനെ അറിയിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കുപ്പൻ ജയിലിൽ നിന്നിറങ്ങി. അയാളുടെ ഉള്ളിൽ പകയുടെ നെരിപ്പോട് എരിഞ്ഞുകൊണ്ടേയിരുന്നു. കുപ്പനും ബിനുകുമാറും ശേഖറിനെ കയ്യിൽ കിട്ടാൻ തക്കം പാർത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം അയാളെ തക്കത്തിന് കിട്ടി. ഒരു പൈപ്പ് കൊണ്ട് ക്രൂരമായി ശേഖറെ കുപ്പനും ബിനുകുമാറും കൂടി ആക്രമിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ശേഖർ 13 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു. ചന്ദനക്കടത്തുകാരനായ ബിനുകുമാറിൻ്റെ കയ്യിൽ തോക്കുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഉന്നതിയിലെ ഒരു ഗ്ലാമർ താരമായിരുന്നു. ഒരു വീരപരിവേഷം അയാൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഉന്നതിയിലെ ചെറുപ്പക്കാർക്ക് തോക്ക് ഉപയോഗിക്കാൻ പരിശീലനം കൊടുത്തിരുന്നത് ബിനുകുമാറായിരുന്നു.
ചന്ദ്രികയെ കൊലപ്പെടുത്തിയ കാളിയപ്പനും പരിശീലനം കൊടുത്തത് ഇതേ വിനുകുമാർ തന്നെയായിരുന്നു. മദ്യവും മൊബൈൽ ഫോണും ഒക്കെ കൊടുത്തായിരുന്നു ഉന്നതിയിലെ ചെറുപ്പക്കാരെ ഇയാൾ ചന്ദനക്കടത്തിനായി കൂടെ കൂട്ടുന്നത്. മരം മുറിക്കുന്നത് ആദിവാസിയാണെങ്കിൽ വനം വകുപ്പിന് കേസെടുക്കാൻ കഴിയില്ലെന്ന് ഇയാൾ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കും. ഇയാളുടെ വാക്ക് വിശ്വസിച്ച് ആ പാവങ്ങൾ കൂടെ കൂടും. പിന്നെ രക്ഷയില്ല. ചന്ദ്രിക കൊലക്കേസിൽ പ്രതികൾക്ക് തോക്ക് നൽകിയ സോമൻ എന്ന ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കും ചന്ദനക്കടത്തുകാരുമായി ബന്ധമുണ്ടായിരുന്നു. സോമന്റെ വീട് പരിശോധിച്ച പോലീസിന് അവിടെ നിന്ന് നാടൻ തോക്കിൻ്റെ 4 ബാരലുകളും വെടിയുണ്ടകളും കാലിക്കേസുകളും ഡിഗ്നേറ്ററുകളും ഫ്യൂസുകളും മാൻകൊമ്പുകളും നക്ഷത്രാമയുടെ തോടും പരുന്തിൻ്റെ ചിറകുകളും വന്യമൃഗങ്ങളുടെ കൊമ്പുമൊക്കെ കിട്ടി. അറസ്റ്റിലാകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോമൻ പോലീസിൽ ഒരു പരാതി കൊടുത്തു. തൻ്റെ വീട്ടുവളപ്പിൽ നിന്നിരുന്ന ഒരു ചന്ദനമരം ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നായിരുന്നു ആ പരാതി. എന്നാൽ സോമൻ തന്നെയാണ് ആ ചന്ദനമരം ചന്ദനക്കൊള്ളക്കാർക്ക് വിറ്റതെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി. ചന്ദനക്കള്ളക്കടത്തുകാരുമായി ബന്ധപ്പെട്ട് നിരവധി കൊലപാതകങ്ങൾ നടന്ന ഇടമാണ് മറയൂർ. പലതും അതിക്രൂരമായ കൊലപാതകങ്ങളായിരുന്നു. 2002 ജനുവരിയിൽ മറയൂർ ടൗണിലെ ടാക്സി ഡ്രൈവർമാരായ ജോർജിൻ്റെയും അഴകൻ്റെയും മൃതദേഹങ്ങൾ ഉദുമലയ്ക്കടുത്തുള്ള തോമംഗലം ഗ്രാമത്തിലെ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തി. ഇവർ ഓടിച്ചിരുന്ന ജീപ്പിൽ ചന്ദനം കടത്തിയതിനു ശേഷം ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നു കള്ളക്കടത്തുകാർ. 2016 നിരവധി ചന്ദനക്കടത്തു കേസുകളിൽ പ്രതിയായ കാന്തല്ലൂർ സ്വദേശി ചന്ദ്രബോസ് വെടിയേറ്റ് മരിച്ചു. വെടിവെച്ച് കൊലപ്പെടുത്തിയ ചന്ദ്രബോസിൻ്റെ കഴുത്തറുത്ത ശേഷം തല കല്ലുകൊണ്ടിടിച്ച് വികൃതമാക്കി ഉദുമലൈ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടുകയായിരുന്നു പിന്നീട് ഈ കൊലയാളികൾ. ഇയാളുടെ കൂട്ടുകാർ ചന്ദനമോഷണം നടത്തിയിരുന്നു. ഇക്കാര്യം ചന്ദ്രബോസിന് അറിയാമായിരുന്നു. ചന്ദ്രബോസ് ഇക്കാര്യം ആരോടെങ്കിലും പറയുമെന്ന് പേടിച്ചായിരുന്നു അയാളെ കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ തള്ളിയത്. 2018 നിരവധി ചന്ദനമോഷണ കേസുകളിൽ പ്രതിയായ അയ്യാസ്വാമിയെ തലയിൽ കല്ലുകൊണ്ടിടിച്ച ശേഷം കൊക്കയിൽ തള്ളി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ചന്ദനമോഷണ സംഘം ഫോറസ്റ്റുകാരെ കെട്ടിയിട്ട് ചന്ദനം മോഷ്ടിച്ച സംഭവങ്ങളും മറയൂരിൽ ഉണ്ടായിട്ടുണ്ട്.